ഹലോ, നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് HTML വരുന്ന മറ്റൊരു ടാഗിനെ കുറിച്ചാണ്. അണ്ടർലൈൻ എന്ന ടാഗിനെ കുറിച്ചാണ്. അണ്ടർലൈൻ എന്ന ടാഗ് നമുക്കൊരു പ്രത്യേക ഭാഗം മെൻഷൻ ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ അടയാളപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇതിനു മുമ്പ് നാം പറഞ്ഞ ബോൾഡ്, അതുപോലെ തന്നെ ഇറ്റാലിക് എന്നീ ടാഗുകളുടെ കൂടെ തന്നെ വരുന്ന മറ്റൊരു ടാഗാണ് അണ്ടർലൈൻ എന്ന ടാഗ്. അണ്ടർലൈൻ എന്ന ടാഗ് കൊടുത്താൽ സോളിഡ് ആയിട്ടുള്ള ഒരു ലൈൻ ആ ടെക്സ്റ്റിന് താഴെ വരും. എന്നാൽ CSS ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ തന്നെ പല മാറ്റങ്ങൾ കൊണ്ടുവരാം. അതായത് നമുക്കതിന് പ്രത്യേകം കളറ്, അതല്ലെങ്കിൽ നമുക്കതിന് പ്രത്യേക സ്റ്റൈല്, അതുപോലെ തന്നെ സോളിഡായിട്ട് വരുന്ന ലൈനിന് നമുക്ക് ഡോട്ട് അല്ലെങ്കിൽ ചെറിയ ഡാഷ് രൂപത്തിൽ അല്ലെങ്കിൽ ഡബിൾ, അങ്ങനെ പല മാറ്റങ്ങളിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മളിപ്പോൾ സാധാരണ യു എന്ന ടാഗ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നേരെ അടിയിൽ സോളിഡ് ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും വരിക. എന്നാൽ ഇതേ കൺസെപ്റ്റ് തന്നെ നമ്മൾ CSS ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഡബിൾ, അതേപോലെ തന്നെ ഡോട്ട്, അതേപോലെ തന്നെ പല കളറും, അങ്ങനെ നമുക്ക് ഈ അണ്ടർലൈനിൽ തന്നെ പല മാറ്റങ്ങളും അല്ലെങ്കിൽ ഡിസൈനിങ്ങുകളും ചേർത്ത് കൊടുക്കാൻ നേരിട്ട് HTML ഒരു ഓപ്ഷൻ ഇല്ല. എന്നാൽ നമുക്കത് CSS ഉപയോഗിച്ചിട്ട് പല മാറ്റങ്ങളും ഇത് കൊണ്ടുവരാം. മുമ്പ് നമ്മൾ പറഞ്ഞ ബോൾഡ്, അതുപോലെ തന്നെ ഇറ്റാലിക് എന്ന ടാഗിന് എന്തൊക്കെ പ്രത്യേകതകൾ വരുന്നുണ്ടോ അതേ എല്ലാ ഗുണങ്ങളും ഈ ടാഗിനും വരുന്നുണ്ട്. നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ടാഗ്, അതേപോലെ തന്നെ ക്ലോസിംഗ് ടാഗ് നിർബന്ധമാണ്. എവിടെ വേണമെങ്കിലും ഈ ടാഗ് ചേർത്ത് കൊടുക്കാം. അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമേ ഈ ടാഗ് ചേർത്ത് കൊടുക്കാവൂ എന്നൊന്നുമില്ല. നമുക്കത് എവിടെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എന്നാൽ നമ്മൾ പ്രത്യേകം കാര്യം ശ്രദ്ധിക്കണം, ഇതൊരിക്കലും നമ്മൾ ടൈറ്റിൽ എന്ന ടാഗിന്റെ കൂടെ ചേർത്ത് കൊടുക്കില്ല. എന്നാൽ നമുക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഹെഡിങ് എന്ന ടാഗിന്റെ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതുമാണ്. പിന്നീട് നമ്മൾ പ്രത്യേകം ടാഗ് അണ്ടർലൈൻ ടാഗ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഹൈപ്പർ ലിങ്ക് എന്ന ടെക്സ്റ്റിന് നമ്മൾ അണ്ടർലൈൻ ടാഗ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം അതിന് നമ്മളൊരു ടാഗിന് ആങ്കർ ടാഗ് എന്നാണ് ഹൈപ്പർ ലിങ്കിന് വരുന്ന ടാഗ്. ഇതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതിന് അണ്ടർലൈൻ വന്നിട്ടുണ്ടാവും. ഇത് നമുക്ക് ഒഴിവാക്കണം, ഈ അണ്ടർലൈൻ ഒഴിവാക്കണം, ഹൈപ്പർ ലിങ്കിൻ്റെ അണ്ടർലൈൻ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് CSS കോഡിലെ ഡെക്കറേഷൻ എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഹൈപ്പർ ലിങ്കിന് ചേർത്ത് കൊടുക്കുന്ന ടാഗ് ഒഴിവാക്കുന്നത്. പിന്നീട് ഈ അണ്ടർലൈൻ എന്ന ടാഗിനെ കുറിച്ച് പറയാനുള്ള ഒരു ചെറിയൊരു കാര്യം എന്തെന്ന് വെച്ചാൽ HTML4, അതായത് പല HTML വേർഷൻ ഉണ്ട്. HTML1, HTML2, HTML3, HTML4, അങ്ങനെ പല വേർഷൻസുകളും വരുന്നുണ്ട്. എന്നാൽ യു എന്ന ടാഗ്, അതായത് അണ്ടർലൈനിന് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗാണ് യു എന്ന ടാഗ് HTML4 വരെ മാത്രമേ അത് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതായത് ഈ HTML വെബ് ഡെവലപ്പേഴ്സ് യു എന്ന ടാഗ്, അതായത് അണ്ടർലൈൻ എന്ന ടാഗ് HTML4 വരെ മാത്രമേ അത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന അപ്ഡേഷനുകൾ, അതായത് ഓരോ വേർഷൻസ് വരുമ്പോൾ അത് പല മാറ്റങ്ങളും, അതേപോലെ പുതിയ ടാഗുകൾ ആഡ് ചെയ്യുക, മുമ്പുണ്ടായിരുന്ന ടാഗുകളൊക്കെ ഒഴിവാക്കുക, അങ്ങനെ പല മാറ്റങ്ങളും വരുത്തിയിരുന്നു. എന്നാൽ HTML4 എന്ന അപ്ഡേഷന് ശേഷം ഈ യു എന്ന ടാഗ് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാലും ഇത് നമ്മൾ യു എന്ന ടാഗ് HTML5 ശേഷം നമ്മൾ ടാഗുകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ HTML4 ശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്ന എല്ലാ വെബ്സൈറ്റിലും യു എന്ന ടാഗ് നമ്മൾ ചേർത്ത് കൊടുക്കണം. പ്രോപ്പറായിട്ട് അണ്ടർലൈന് വരും. അണ്ടർലൈന് കറക്റ്റായിട്ട് അതിൻ്റെ താഴെ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യും. എന്നാൽ നമ്മൾ പറഞ്ഞു HTML4 വരെയാണ് അണ്ടർലൈന് HTML കൺസോൾ അപ്ഡേഷൻ കൊണ്ടുവന്നോട്ട് ചെയ്തിരുന്നത്. എന്നാൽ HTML5 അണ്ടർലൈന് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നാലും ഇതൊരു വാലിഡ് ആയിട്ടുള്ളൊരു ടാഗ് ആയിട്ടല്ല വരുന്നത്. അതായത് സപ്പോർട്ടിങ് നിർത്തി, അപ്ഡേഷൻ നിർത്തിയ ഒരു ടാഗ് ആയതുകൊണ്ട് ഇതൊരിക്കലും വാലിഡ് ആയിട്ടുള്ളൊരു മെത്തേഡായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. എന്നാൽ നമുക്ക് HTML വെബ്സൈറ്റിൽ പല ഭാഗത്തും അണ്ടർലൈന് ചേർത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇത്തരം സാഹചര്യത്തിൽ HTML5 നമ്മൾ അണ്ടർലൈന് ചേർത്ത് കൊടുക്കാൻ CSS എന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ഈ
അണ്ടർലൈൻ ടാഗ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക ഭാഗം നമുക്ക് അണ്ടർലൈന് ചേർത്ത് കൊടുക്കാനാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇത് കൂടുതലായിട്ടും വെബ്സൈറ്റുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് അനലൈസ് ചെയ്ത് കണ്ടെത്താനും അത് എവിടെയാണോ വന്നതെന്ന് നമുക്ക് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അണ്ടർലൈൻ ടാഗ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ, അതായത് നോർമലി അതിന് ഉപയോഗിക്കുന്നത് സ്പെല്ലിംഗ് ഗ്രാമർ ആണെങ്കിൽ നമ്മൾ അതിനെന്ത് ഉപയോഗിക്കും, റെഡ് അണ്ടർലൈൻ ഉപയോഗിക്കും. അതേപോലെ ഗ്രാമർ മിസ്റ്റേക്ക് ആണെങ്കിൽ അതിനൊരു കളറ്, അതേപോലെ തന്നെ മറ്റു പല മിസ്റ്റേക്കുകളാണെങ്കിൽ ബ്ലൂ, അതേപോലെ തന്നെ ഗ്രീൻ, അതേപോലെ റെഡ് എന്ന കളറിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം കളറുകൾ അണ്ടർലൈന് ചേർത്ത് കൊടുക്കണമെങ്കിൽ നമ്മൾ CSSന്റെ ഹെൽപ്പ് കൂടിയേ തീരൂ. പിന്നെ അണ്ടർലൈൻ ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ, നമ്മളിവിടെ ഉപയോഗിക്കുന്ന ആറ്റം എന്ന ടെക്സ്റ്റ് എഡിറ്ററാണ്. സ്റ്റാർട്ടിംഗ് ടാഗായ HTML ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് അണ്ടർലൈനിന് ഉപയോഗിക്കുന്ന ഒരു ടാഗാണ് U എന്ന ടാഗ്. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ മുമ്പ് സാധാരണ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന രൂപത്തിൽ തന്നെ നമ്മൾ സാധാരണ എന്താണോ ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ സൂമിക്സ് ഇൻഫോ എന്ന വേർഡിനാണ് നമ്മൾ അണ്ടർലൈന് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ വേർഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അതിന് നമുക്ക് ഏത് രൂപത്തിലാണോ അണ്ടർലൈന് ചേർത്ത് കൊടുക്കുന്നത്, അതായത് അണ്ടർലൈൻ്റെ ടാഗ് നമ്മൾ ഇതിന് ചേർത്ത് കൊടുക്കുക. ഇതിന് ഒറ്റ ടാഗ് മാത്രമേ വരുന്നുള്ളൂ. അത് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്തിരുന്ന HTML എന്ന ടാഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഓക്കെ, ഇനി ഇത് നമുക്ക് ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യാം. ആൾറെഡി ഞാനിത് സേവ് ചെയ്തുകൊണ്ട് ഒന്നും കൂടി ഞാൻ റീസേവ് ചെയ്തു. അതിനുശേഷം നമുക്കിത് റണ്ണ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിരുന്ന നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച നമ്മളെ ഫോൾഡർ ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ ഫയലുണ്ട്, അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്തു വെച്ച ഫയലിൻ്റെ നമുക്ക് ഈ സൂമിക്സ് ഇൻഫോ എന്ന വേർഡിന് നമുക്ക് പ്രത്യേകം അണ്ടർലൈന് വന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഏത് വേർഡിനാണോ നമ്മൾ അണ്ടർലൈന് ചേർത്ത് കൊടുത്തത് ആ വേർഡ് മാത്രമായിട്ട് നമുക്കിവിടെ കാണിച്ചു തരും. അപ്പോൾ ഒരു വേർഡിന് നമ്മൾ എങ്ങനെയാണ് അണ്ടർലൈന് കൊടുക്കുന്നത്, ആ അണ്ടർലൈന് ടാഗ് എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ. ഓക്കെ, ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം.